ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്ന് ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാലും മത്സരിക്കില്ലെന്നും യുവാക്കൾക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുന്നതാണ് അതെന്നും വേണു. പക്ഷേ പാർലമെന്റ് ഇലക്ഷനിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും സേനാപതി വേണു കൂട്ടിച്ചേർത്തു. ഇനി ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പഞ്ചായത്തിലാണ് മത്സരിച്ചത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു, 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി എന്നെ വിളിച്ച് നീ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ സേനാപതി വീണ്ടും മത്സരം കണ്ടില്ല. കാരണം 2 പ്രാവശ്യം ഒരു പാർട്ടി ഒരാൾക്ക് അവസരം അത് തന്നെ ഈ പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഇപ്പൊ ഞാൻ 60 വയസ്സിലിരിക്കുന്നു. പ്രായം പറയാൻ പറ്റത്തില്ല, കാരണം അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും 65 ഈ പാർട്ടിയിൽ ഇപ്പൊ 30-35 വയസ്സിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ അവർക്ക് അവസരം ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഉമ്മൻചാണ്ടി 27ാമത്തെ വയസ്സിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ബാലകൃഷ്ണന്റെ 25ാമത്തെ വയസ്സിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. PJ ജോസഫ് 33ാമത്തെ വയസ്സിൽ 38ാമത്തെ വയസ്സിൽ ആഭ്യന്തരമന്ത്രിയായി. ഇതൊക്കെ പത്രത്തിൽ നമ്മൾ വായിക്കുന്ന. അപ്പോ നെടുങ്കണ്ടത്തെ ഉടുമ്പൻചോലയെ സംബന്ധിച്ച് നമ്മൾ ഈ 60-70 വയസ്സ് ആയതിനു ശേഷം ആളുകൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മതി. ചെറുപ്പക്കാർക്ക് കിട്ടണം. ഇന്ന് അവസരം കിട്ടാത്തവന് നാളെ അവസരം കിട്ടും. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ വിനയപരിശ്രമം അഭ്യർത്ഥിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ നിങ്ങൾ ചോദിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മത്സരിക്കാം. അത് വേറെ അതിപ്പോ എന്റെ അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിനയാന്യതനായി നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ മത്സരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 ശേഷം ഞാൻ ഈ പാർട്ടി നേതൃത്വത്തോടോ പാർട്ടിക്കാരോട് ഒരു നിയമസഭയിൽ മത്സരിക്കണം എന്നൊരു ആവശ്യവുമായി സേനാപതികൾ വരില്ല. അങ്ങനെ ഞാൻ ഒരാളുടെയും വഴിയോ മാർഗമോ തടയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഉറപ്പുവരുന്നു. പിന്നെ ഒരവസരം എനിക്ക് കിട്ടിയാൽ ഞാൻ പറയുന്നു, അടുത്ത 100 കൊല്ലത്തേക്ക് ഈ മണ്ഡലം കൈവിട്ടു പോകാത്ത രീതിയിൽ ഒരു MLA അതിന് കഴിയും.